എല്ലാ മാന്യ പ്രേക്ഷകർക്കും സിംപ്ലി ക്രിയേറ്റീവ് ദേവി മുരളി ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ. ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. വീഡിയോ കണ്ടതിന് ശേഷം ലൈക്കും കമൻറ്റും നൽകി ഷെയർ ചെയ്യുക. ഹലോ, ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾക്കേവർക്കും ഒരിക്കൽ കൂടി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്നേഹിച്ചോ, ഇഷ്ടം പോലെ സ്നേഹിച്ചോ. അതിന് ഞാനെന്ത് വേണം? നിങ്ങൾ പറഞ്ഞതുപോലെ ബ്യൂട്ടി വെച്ചിട്ട് ഞാൻ ആരെയും അളക്കാറില്ല. ബ്യൂട്ടി ഈസ് ഓൺലി എ സ്കിൻ ഡീപ്പ്. സൗന്ദര്യം എന്നത് നമ്മുടെ സ്കിൻ കളറിനെ ആശ്രയിച്ചിരിക്കുന്നു. സ്കിൻ പോയിക്കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഒരുപോലെ തന്നെ. ചെറിയൊരു ഷേപ്പ് വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഈ ലോജിക്ക് കേട്ട് ദേവൻ അമ്പരന്നു. എൻ്റെ നന്ദൂട്ടി, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഇതൊക്കെ എവിടെ നിന്ന് പഠിച്ചു? ഞാൻ ഇങ്ങനെയൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല. ഗുഡ്, വെരി ഗുഡ്. നിൻ്റെ മനസ്സ് എന്നേക്കാൾ എത്രയോ ഉയരത്തിലാണ്. ദേവന് പറയുവാൻ വാക്കുകളില്ലായിരുന്നു. നിങ്ങളെ സ്നേഹിക്കുവാൻ എനിക്ക് സൗന്ദര്യം, ജാതി, മതം, പണം, സോഷ്യൽ സ്റ്റാറ്റസ് ഇതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. ഞാൻ ഇതിനൊന്നും വില കൊടുക്കുന്നുമില്ല, വിശ്വസിക്കുന്നുമില്ല. സ്നേഹത്തിന് പകരം വെക്കാൻ സ്നേഹം മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നും തന്നെയില്ല. നന്ദയുടെ വാക്കുകൾ കേട്ട് ദേവൻ ഉത്തരം മുട്ടി നിന്നു. പെട്ടെന്ന് നന്ദ പോകുവാനായിട്ട് എഴുന്നേറ്റ്. പോകാൻ വരട്ടെ, നമുക്ക് ഒരു കോഫി കുടിച്ചിട്ട് പിരിയാം, ദേവൻ പറഞ്ഞു. എനിക്ക് കോഫി വേണ്ട, നന്ദ പറഞ്ഞു. എന്താ, എന്നെ വിശ്വാസമില്ലേ? ദേവൻ്റെ ചോദ്യം. വിശ്വാസം ഇല്ല എങ്കിൽ ഞാനിവിടെ വരില്ലായിരുന്നു. നിങ്ങളോട് സ്നേഹം ഇല്ലായിരുന്നുവെങ്കിൽ ഞാനിവിടെ ഇത്രയും നേരം ചിലവഴിക്കില്ലായിരുന്നു. ഞാനും എൻ്റെ ആത്മസഖിയും തുടർ നോവൽ എപ്പിസോഡ് 9 ഇവിടെ സമാപിക്കുന്നു. വീണ്ടും അടുത്ത ഞായറാഴ്ച വൈകിട്ട് 7 മണിക്ക്. എവരി സൺഡേ 7 PM. താങ്ക് യു. ബൈ ബൈ. ചെയ്തതിന് ശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. വീഡിയോ കണ്ടതിന് ശേഷം ലൈക്കും കമൻറ്റും നൽകി ഷെയർ ചെയ്യുക.